ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ പാർവതി ദേവിയുമാണ്. ഈ ക്ഷേത്രമുറ്റത്ത് വലിയൊരു അരയാൽമരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന് മുകളിൽ ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, അടിയിൽ ശിവൻ കുടികൊള്ളുന്നു എന്നതാണ് സങ്കല്പം. കിഴക്കേ ഗോപുരനടയിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് കത്തി നശിച്ച കൂത്തമ്പലത്തിന്റെ തറയാണ്. ഈ തറയിൽ ഭഗവാൻ ശിവന്റെ വാഹനമായ നന്ദിയുടെ ചെറിയൊരു ശിലാവിഗ്രഹം ഉണ്ട്. നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ചെറിയൊരു ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി ധർമ്മശാസ്താവ് വാഴുന്നു. ശബരിമലയിലെ പോലെ തന്നെയാണ് ഇവിടെയും അയ്യപ്പ വിഗ്രഹം, എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ്. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കു മാറി മറ്റൊരു ശ്രീകോവിൽ കാണാം. ഇവിടെയും ശിവപ്രതിഷ്ഠയാണ്. നീലഗ്രീവൻ എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. പാലാഴി മദനത്തിനിടയിൽ പൊന്തി വന്ന കാളകൂട വിഷം പാനം ചെയ്ത ശേഷമുള്ള നീലകണ്ഠന്റെ ഭാവത്തിലാണ് ഈ പ്രതിഷ്ഠ. വടക്കു പടിഞ്ഞാറ് മൂലയിൽ ഒരു കൽത്തറയിൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും ഉണ്ട്. ദേവസേനാപതിയും ശിവപുത്രനുമായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശിവപാർവതി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം ഉണ്ട്. ഈ ശ്രീകോവിലിന് 150 അടി ചുറ്റളവുണ്ട്. ഇതിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ സ്വയംഭൂലിംഗവും തൊട്ടപ്പുറത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവി പ്രതിഷ്ഠയുമാണ്. ശിവഭഗവാന്റെ ഗർഭഗൃഹം 3 മുറികൾക്ക് ഉള്ളിലാണ്. ഇവിടുത്തെ ശിവലിംഗത്തിന് ഏകദേശം 3 അടിയോളം ഉയരം വരുന്നതാണ്. ദേവപ്രതിഷ്ഠ പഞ്ചലോഹ നിർമ്മിതമാണ്. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. ഈ ശ്രീകോവിൽ പെരുന്തച്ഛ നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു. തെക്കേ നടയിൽ തെക്കോട്ട് ദർശനമായി ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലവും സ്ഥിതി ചെയ്യുന്നു. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ്. ചുരുക്കം ചില ശിവക്ഷേത്രത്തിൽ മാത്രമാണ് അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുള്ളത്. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങൾക്കും മൃഗം, പക്ഷി, വൃക്ഷം എന്നിവ പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളുടെ വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന് ഒരു ആകർഷണം നൽകുന്ന നക്ഷത്ര വൃക്ഷങ്ങൾക്ക് നിത്യേന പൂജയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ സ്വർണം പൂശിയ ഈ കൊടിമരത്തിന് ഏകദേശം 100 അടിയോളം ഉയരം വരുന്നതാണ്. കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലായി നന്ദിയുടെ ഒരു രൂപവുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന 28 ദിവസത്തെ മഹോത്സവമാണ്. ഉത്രം നാളിലെ ഉത്രം തൊഴിയില് നവകാഭിഷേകം, കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം, വിദ്യാരംഭം, കുംഭമാസത്തിലെ ശിവരാത്രി, ചിത്രപൗർണമി എന്നിവയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ശിവപ്രധാനമായ ഞായറാഴ്ച, തിങ്കളാഴ്ച, ഭഗവതി പ്രധാനമായ ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി തുടങ്ങിയവ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. നിരവധി ഐതിഹ്യ കഥകളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം. ശിവപാർവതി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധം. ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ഗണപതി, ദക്ഷിണാമൂർത്തി, ചണ്ഡികേശ്വരൻ, നീലഗ്രീവൻ, സ്ഥലീശൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ശ്രീകൃഷ്ണൻ, ഗംഗാദേവി, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവരാണ്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. പുലർച്ചെ 3:30 നിയമവെടി, അതിനുശേഷം 7 തവണയുള്ള ശംഖുവിളിയും തവിൽ, നാദസ്വരം തുടങ്ങിയ വാദ്യങ്ങളും ഉപയോഗിച്ച് ഭഗവാനെയും ഭഗവതിയെയും പള്ളി ഉണർത്തി 4:30 നട തുറക്കുന്നു. തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ക്ഷേത്രത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഇവിടെ 3 അടിയോളം ഉയരം വരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം
കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അടുത്താണ് ശിവശിരസിലെ ഗംഗാദേവിയുടെ പ്രതിഷ്ഠ. ചെറിയൊരു കുളത്തിന്റെ രൂപത്തിലാണ് ഗംഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്ര മതിലകത്തിനു പുറത്ത് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലേക്ക് അഭിമുഖമായാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ.